എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്ക് വൈകിട്ട് 4 മണിക്കൊരു അട ഉണ്ടാക്കാം. വട്ടയിലക്കകത്ത് വെച്ച് ഗോതമ്പ് പൊടി കൊണ്ട് ഒരട ഉണ്ടാക്കാം. അതിന് ഗോതമ്പ് പൊടി കുറച്ച് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. അതിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ശർക്കരയല്ല പഞ്ചസാരയാണ്. തേങ്ങ ഒരു മുരയുടെ പകുതി ഫ്രീസറിൽ വെച്ചതാണ്. പിന്നെ കുറച്ച് അവലും ഇച്ചിരി ഏലക്ക എല്ലാം കൂടി ചതച്ചിട്ട് പഞ്ചസാരയും കൂടെ നല്ലപോലെ ഒന്ന് ഞെരിടാം. നല്ലപോലെ ഞെരിടി പിന്നെ ഒരു 4 പഴം അതും എടുത്തിട്ടുണ്ട്. ഇത് ഞെരടി നമുക്ക് ഇവിടോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ആട്ട വടിക്കാം. നമുക്ക് ആട്ട വടിക്കാം. വട്ടയിലക്കകത്ത ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ എല്ലാവരും വട്ടയിലായിരുന്നു ഉണ്ടാക്കുന്നത്. ഇഡലിപ്പാത്രം വെച്ചേക്കോ. ചെറിയ ഇഡലിപ്പാത്രം കുറച്ച് മതിയല്ലോ. അതുകൊണ്ട് ചെറിയ പഴയ ഇഡലിപ്പാത്രം അതാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് പഴം ഇത് പരത്തി കഴിഞ്ഞ് നമുക്ക് പഴം ഇതിൻ്റെ മുകളിൽ വെക്കാനാണ്. ആട്ടയാണ് എടുത്തേക്കുന്നത്, ഗോതമ്പ് പൊടി അല്ലാതെ അരിപ്പൊടിയായി. നമുക്ക് പരത്താം. മുട്ടയില കഴുകി തുറച്ച് വെച്ചേക്കുന്നു. അപ്പോൾ അത് നമുക്ക് പരത്താം. ഇപ്പം കനം കുറച്ച് വേണം പരത്താൻ. തീരെ നൈസായിട്ട് ഒത്തിരി കനം ആയാലും അഴുക്കാം. ഇങ്ങനെ പരത്തി നൈസായിട്ട് നമുക്ക് തേങ്ങായും അവലും കൂടെ ആദ്യം ഇങ്ങനെ വാരി വെക്കും. അതിൻ്റെ മുകളിൽ പഴം ഒത്തിരി വേണ്ട, ഒരു 5-8 പീസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. അല്ലാതെ ഇടയ്ക്കൊന്ന് കടിക്കാനും വേണ്ടി. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് ചുരുട്ടണം. ഇങ്ങനെ ചുരുട്ടി അട്ട ഉണ്ടെങ്കിൽ ചുട്ടായില്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാലും മതി. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഒരു പാത്രത്തിലോട്ട് വെച്ച് അങ്ങോട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇനി അടുത്തതും കൂടെ ഉണ്ടാക്കാം. ഇപ്പം നമുക്കിതിന് വേണ്ടുന്നത് എന്തൊക്കെയാണ്? തേങ്ങായും അവലും പഞ്ചസാരയോ ശർക്കരയോ അവനവന് ഇഷ്ടമുള്ള ഇടാം. ഞാൻ തികന്ന പഞ്ചസാരയാണ്. ഇച്ചിരി ഏലക്കായും കൂടി ചതച്ചിട്ട് നമ്മൾ അവൽ നനയ്ക്കുന്ന പോലെ നല്ലപോലെ നനച്ചിട്ട് ഇങ്ങനെ വാരി വെച്ച് നല്ലപോലെ തേങ്ങ ഒത്തിരി അങ്ങ് മധുരം വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം. ഞങ്ങൾക്കധികം മധുരം വേണ്ടാത്തതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ മാറ്റി പിന്നെ മേലെ 3-4 പഴവും പിന്നെ വാരിയിട്ട് അത് കടിക്കാൻ ഇടയ്ക്കൊരു കടി അല്ലേ. അത് ഇങ്ങനെ ആക്കി ഇങ്ങനെ വെച്ച് നമ്മളെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ചടിച്ചിക്കട്ടെ, വേവട്ടെ. വെന്തിട്ട് പിന്നെ ബാക്കി. അപ്പം നമുക്ക് തുറന്ന് നോക്കാം വെന്തോന്ന് നോക്കാം.
നോക്കട്ടെ കേട്ടോ. അടിപൊളി അട കഴിച്ച് നോക്കട്ടെ. സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്ത് ഇത് നമ്മൾ അട ഉണ്ടാക്കിയത് കഴിച്ച് നോക്കട്ടെ. ചൂടാ. ഇച്ചിരി മധുരം കുറവുണ്ട്. പിന്നെ മധുരം ഓരോരുത്തരനുസരിച്ച് മധുരം വേണ്ടുന്നവർ കൂടുതലിടുക. ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, അതുകൊണ്ടാണ്. നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ 4 മണിക്കൊക്കെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയാണ്. വലിയ ചിലവൊന്നുമില്ല. ആർക്കാ വീട്ടിൽ കാണും. പിന്നെ അവലില്ലെങ്കിൽ തേങ്ങായും പഞ്ചാരയോ ശർക്കരയോ അവനനുസരിച്ച് ഏലക്കായും പൊടിച്ചിട്ട് പരത്തി, വേറെ ഒന്നുമില്ല. പട്ടേല ഉണ്ടെങ്കിൽ സുഖമാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇത് കഴിച്ചേച്ച് ഉണ്ടാക്കി നോക്കി വെച്ച് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ. ബൈ.